വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ഗ്രൂപ്പ് ഡി പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2018 നടന്ന RRB ഗ്രൂപ്പ് ഡി എക്സാം, അതായത് ഒക്ടോബർ 12 തീയതി നടന്ന ചോദ്യപേപ്പർ, അതിലെ പ്രധാനമായും GS GA ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറും റിലേറ്റഡ് ഫാക്റ്റും അടങ്ങുന്ന PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സും GKയുടെയൊക്കെ നോട്ടുകൾ, അപ്ഡേറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ സമയം കളയുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നോക്കി പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ക്രിക്കറ്റ് ടീം ഹാസ് വോൺ ദ 2018 വിജയ് ഹസാരെ ട്രോഫി? അപ്പോൾ വിജയ് ഹസാരെ ട്രോഫി 2018 ജയിച്ചത് ഏത് ടീമാണെന്നാണ്. അതിൻ്റെ ഉത്തരം എന്താണ്? കർണാടകയാണ്. അപ്പോൾ നമുക്ക് അന്നത്തെ കറണ്ട് അഫെയർ ആണ്, നമുക്ക് ആവശ്യം ഇപ്പോഴത്തെ കാര്യമാണ്. 2024-25. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ വിജയ് ഹസാരെ ട്രോഫി നമ്മളതിനെ എന്ത് വിളിക്കും? രഞ്ജി ട്രോഫി എന്നും പറയും. ഓക്കെ, വിജയ് ഹസാരെ ട്രോഫി അല്ലെങ്കിൽ രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ BCCI നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ്, ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ്. അവിടെ ലിസ്റ്റ് A ടീം, അതായത് സ്റ്റേറ്റ് ടീമുകൾ, യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റിലെ ടീമുകളാണ് എന്ത് ചെയ്യുന്നത്, പരസ്പരം മത്സരിക്കുന്നത്. അങ്ങനെ 2024-25 ഏറ്റവും അവസാനം ജയിച്ചതും ആര് തന്നെയാണ്? കർണാടക തന്നെയാണ്. പരാജയപ്പെടുത്തിയത് വിദർഭ എന്ന ടീമിനെയാണ്. തൊട്ട് മുന്നത്തെ വർഷം 23-24 ജയിച്ചത് ഹരിയാനയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഇതുപോലെയുള്ള ടൂർണമെൻറ്റുകൾ, അതിലെ വിജേതാക്കൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം. അപ്പോൾ വിജയ് ഹസാരെ ട്രോഫി 2024-25 ജയിച്ചത് കർണാടകയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 24-25 ജയിച്ചത് കർണാടക, തോൽപ്പിച്ചത് വിദർഭയെയാണ്. തൊട്ട് മുന്നത്തെ വർഷം 23-24 ജയിച്ചത് ഹരിയാനയാണ്. ഇനി റീസെൻ്റ്ലി ഇൻ 2018 അസംബ്ലി ഇലക്ഷൻ ടുക്ക് പ്ലേസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? 2018 അസംബ്ലി ഇലക്ഷൻ നടന്നത് ഏത് സ്റ്റേറ്റിലെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് മേഘാലയയാണ്. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ നടന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ വാർത്തയൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയായിരിക്കും. ഏറ്റവും അവസാനത്തെ അസംബ്ലി ഇലക്ഷൻ എന്ന് വെച്ചാൽ സ്റ്റേറ്റിലോട്ടുള്ള MLAമാരെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസംബ്ലി ഇലക്ഷൻ എന്ന് വിളിക്കുന്നത്. മറ്റേതാണെങ്കിൽ ജനറൽ ഇലക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അസംബ്ലി ഇലക്ഷൻ അവസാനം നടന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 2025. അത് നടന്നത് എവിടെയാണ്? നമ്മുടെ ക്യാപിറ്റലായിട്ടുള്ള ഡൽഹിയിലാണ്. ഡൽഹിയിൽ ജയിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടി BJP ആണ്. അധികാരത്തിൽ വന്ന പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ NDA ആണ്. നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് NDA ആണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ചീഫ് മിനിസ്റ്ററുടെ തിരഞ്ഞെടുക്കപ്പെട്ടത് രേഖ ഗുപ്തയാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും, ഈ അടുത്ത് വന്ന കാര്യമാണ്. നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇനി 24 12 സ്റ്റേറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന അസംബ്ലി ഇലക്ഷൻ നടന്നു. അപ്പോൾ അവിടെയൊക്കെ പുതിയ ചീഫ് മിനിസ്റ്റർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ഓർത്ത് വയ്ക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. 2024 ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെയും ജയിച്ച പാർട്ടി BJP ആണ്. അധികാരത്തിൽ വന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നയാബ് സിംഗ് സൈനിയാണ്. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഹരിയാന എന്ന് പറയുമ്പോൾ യാ ഉണ്ട് അല്ലേ, യാ. അതുപോലെ നയാബിലും എന്തുണ്ട്? യാ ഉണ്ട്. അപ്പോൾ യാ ഹരിയാനയിലെ നയാബ് സിംഗ് ആണെന്ത് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. എല്ലാത്തിലും കോഡൊന്നും വേണ്ട, പറ്റുന്നതിൽ കോഡുണ്ടാക്കി വെച്ചാൽ നല്ലത്. 24 ആന്ധ്രാപ്രദേശ്. പിന്നെ നമുക്ക് സംശയം വേണ്ട, എന്താണത്? N ചന്ദ്രബാബു നായിഡു ആണ്. ഈ നായിഡു എന്ന് പറയുന്നത് ആന്ധ്രയിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൈറ്റിൽ നെയിമാണ്. അപ്പോൾ തന്നെ അത് വെച്ച് നമുക്ക് ഓർത്ത് വയ്ക്കാം. N ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിലെ എന്താണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. തെലുങ്ക് ദേശം പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടി. അധികാരത്തിൽ വരുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ BJPയുടെ NDA ആണ്. 24 ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ഷൻ നടന്നു. ചീഫ് മിനിസ്റ്റർ ആയത് ഒമർ അബ്ദുള്ളയാണ്. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റൽ ഇൻക്ലൂസീവ് അലയൻസ് ആണ് എന്ത് അധികാരത്തിൽ വന്ന പാർട്ടി എന്ന് പറയുന്നത്. ജാർഖണ്ഡിലെ ഹേമന്ത് സോറനാണ്. ഈ സോറൻ എന്നൊക്കെ പറയുന്നത്, ഈ ജാർഖണ്ഡ് അറിയാലോ, വനമേഖല കൂടുതലുള്ള സ്ഥലമാണ്. അവിടുത്തെ ST കമ്മ്യൂണിറ്റിയാണ് സോറൻ എന്നൊക്കെ പറഞ്ഞ പേരുകളൊക്കെ അവരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക, ഹേമന്ത് സോറൻ, ജാർഖണ്ഡ് എന്ന് ഓർത്ത് വയ്ക്കുക. മഹാരാഷ്ട്ര നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ഏതാണ് പാർട്ടി? BJP ആണ്, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. അടുത്ത് ഒഡീഷയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒഡീഷയിൽ അധികാരത്തിൽ വന്നത് ആരാണ്? മോഹൻ ചരൺ മാജിയാണ്. ഈ മാജി എന്ന് പറയുന്നതും അവിടുത്തെ ഒരു ജാതിയുടെ പേരാണ്. അപ്പോൾ മോഹൻ ചരൺ മാജി എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ ഒഡീഷയുടേത്. ഏത് പാർട്ടി? BJP, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. സിക്കിമിലാണെങ്കിൽ അധികാരത്തിൽ വന്നത് പ്രേം സിംഗ് തമാങ് ആണ്. ഈ തമാങ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു എത്നിക് ഗ്രൂപ്പാണ്. ഈ പറയുന്ന നേപ്പാളീസ്. നമുക്കറിയാം സിക്കിം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് അല്ലേ, ഈ ഭാഗത്താണ് നേപ്പാളിൽ അവിടെ ഇങ്ങനെ മുകളിലായിട്ട് കാണുന്ന സ്റ്റേറ്റാണ് സിക്കിം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു എത്നിക് ഗ്രൂപ്പാണ് ഈ പറയുന്നത് എന്തെന്ന് പറയുന്നത്? തമാങ് എന്ന് പറയുന്നത്. അപ്പോൾ
പ്രേം സിംഗ് തമാങ് ആണ് എന്ത് ഈ പറയുന്ന സിക്കിമിൻ്റെ പുതിയ ചീഫ് മിനിസ്റ്റർ. ലാസ്റ്റ് വരുന്നത് അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശിൻ്റെത് പ്രേമ കണ്ടു ആണ്. ഓക്കെ, സോറി പ്രേമയല്ല, പേമ കണ്ടു, പേമ. ഇത് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രസമുള്ളൊരു കോഡാണ്, വേണമെങ്കിൽ പറഞ്ഞുതരാം. നമുക്ക് ഇന്ത്യയിൽ നമ്മൾ ആദ്യം സൂര്യോദയം കാണുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ്. അവിടെയാണ് നമ്മൾ സൂര്യനെ ആദ്യം കാണുന്നത്. അപ്പോൾ സൂര്യനെ ആദ്യം കണ്ടു, സോ പ്രേമ കണ്ടു എന്നാണ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ നിങ്ങൾ ഇതുപോലത്തെ ആർക്കും ഒരു കാരണവശാലും തോന്നാത്ത കോഡുകളൊക്കെ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വരാം. ഞാൻ അങ്ങനത്തെ വെറൈറ്റി കോഡൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി കോഡുകളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് ഇടുക. നിങ്ങൾക്ക് നല്ല കൂടെയുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും വേറെ മിനിമം ഓർത്ത് വെച്ചേക്കണം. ഇത് ഒരു തവണ വായിച്ചതുകൊണ്ട് ഓർമ്മയിരിക്കില്ല, നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇത് കറണ്ട് അഫെയർ ആണ്, വേറെ ഏതെങ്കിലും ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചാലും തെറ്റില്ല. അടുത്ത, ഹൂ അമംഗ് ദ ഫോളോയിങ് അപ്രൂവ്സ് the procurement of 111 യൂട്ടിലിറ്റി ഹെലികോപ്റ്റേഴ്സ് ഫോർ ദ ഇന്ത്യൻ നേവി അറ്റ് എ കോസ്റ്റ് ഓഫ് 21,000 crores. അപ്പോൾ ഇതിൻ്റെ അന്നത്തെ കറണ്ട് അഫെയർ ആണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡിഫൻസ് അക്വസിഷൻ കൗൺസിലാണ്. അപ്പോൾ ഈ DAC എന്ന് പറയുന്ന ഡിഫൻസ് അക്വസിഷൻ കൗൺസിൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഏജൻസിയാണെന്ന് പറയുന്നത് DAC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഇൻ ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? ഡിഫൻസ് മിനിസ്റ്റർ ആണ്. നമ്മൾ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ്. ഡിഫൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് രാജേഷ് കുമാർ സിംഗ്. അപ്പോൾ 2 സിംഗ് ആണ് എന്ത് ഡിഫൻസ് നോക്കുന്നതെന്ന് മനസ്സിലാക്കുക. രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്ററും ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും, 2 സിംഗ്. ഇനി ജനറ്റിക് ഇൻഫർമേഷൻ ഈസ് ക്യാരിഡ് ബൈ ലോങ് ചെയിൻ ഓഫ് മോളിക്യൂൾസ്. വാട്ട് ആർ ദീസ് മോളിക്യൂൾസ് കോൾഡ്? ഓക്കെ, അപ്പോൾ ജനറ്റിക് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ DNA എന്ന് വരും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ DNA നമ്മൾ കാണുന്നില്ല. നമ്മൾ ഫോസ്ഫേറ്റ് കണ്ടു, നൈട്രജൻ ബേസ് കണ്ടു, RNA കണ്ടു, ന്യൂക്ലിയോറ്റൈഡ് കണ്ടു. ഉത്തരം ഓപ്ഷൻ ഡി, ന്യൂക്ലിയോറ്റൈഡ് ആണ്. DNAയുടെ ബേസിക് ഫോം എന്ന് പറയുന്ന DNAയുടെ ഒരു നമുക്ക് അറിയാലോ, DNAയുടെ ആൻസർ നോക്കുമ്പോൾ പറയാം. അതാ കണ്ടു, ഈ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ബേസാണ് എന്ത് ഇതിൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാനമായിട്ട് വരുന്ന ഒന്നാണ് എന്ത് ഈ ന്യൂക്ലിയോറ്റൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോറ്റൈഡുകൾ ചേർന്നിട്ടാണ് എന്താവുന്നത്, ഇങ്ങനത്തെ ഒരു DNA ആയിട്ട് മാറുന്നത്. അപ്പോൾ DNA ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ DNA. DNAയിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലൊക്കെ ഉള്ളത്. ഇത് കണ്ടെത്തിയത് ജോനാസ് ഫെഡറിക് മെയ്ഷർ ആണ്. 1869 എന്ത് ചെയ്യുന്നത് DNA എന്ന ഈ പറയുന്ന സാധനം ബ്ലഡ് സെല്ലുകളെ പറ്റി പഠിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത്. ഈ DNAയുടെ ഷേപ്പ് ചോദിക്കും. ഡബിൾ ഹെലിക്സ് ആണ്. അത് ഇങ്ങനെ ഒരു ഏണി എടുത്തിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വെച്ചേക്കുമ്പോഴത്തെ ഷേപ്പാണ്. DNA മെയ്ഡ് ചെയ്തിട്ടുള്ള എന്തുപയോഗിച്ചിട്ടാണ്? ന്യൂക്ലിയോറ്റൈഡ് ഉപയോഗിച്ചാണ്. ആ ന്യൂക്ലിയോറ്റൈഡിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ന്യൂക്ലിയോറ്റൈഡാണ് ഈ താഴെ കാണുന്നത്. ഇതിനകത്ത് ഒരു പെൻറ്റഗൺ ഷേപ്പിലൊരു സാധനം കണ്ടു. ഇതിനാണ് പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂക്ലിയോറ്റൈഡിനകത്ത് ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു നൈട്രജൻ ബേസും ഉണ്ട്. ഓക്കെ, എന്തുണ്ട്? ഒരു ബേസും ഉണ്ട്. ഇതാണ് നൈട്രജൻ ബേസ് എന്ന് പറയും. ഇതിനകത്ത് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ വരും. നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. തൽക്കാലം ഇത്രയും പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇനി ആസ്ട്രോനോട്ട്സ് ഇൻ ദ സ്പേസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ റേഡിയോ ലിങ്ക്. എന്തുകൊണ്ടാണ് ആസ്ട്രോനോട്ട്സ് റേഡിയോ ലിങ്ക് ഉപയോഗിച്ച് സംസാരിക്കുന്നത്? അല്ലാതെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ അവർ പരസ്പരം കേൾക്കത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന്, സൗണ്ട് വേവ്സ് കാൺട്ട് ട്രാവൽ ഇൻ സ്പേസ് എന്നതാണ് ഉത്തരം. ശബ്ദത്തിന് സ്പേസിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. കാരണം ശബ്ദം എന്നാൽ എന്താണെന്ന് അറിയണം. ശബ്ദം എന്ന് പറഞ്ഞാൽ അതൊരു വൈബ്രേഷനാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു വൈബ്രേഷനാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്ത് ആ വോക്കൽ കോഡ് ചുറ്റുമുള്ള എയറിനെ വൈബ്രേറ്റ് ചെയ്ത് ആ എയറിലൂടെ വൈബ്രേഷൻ സഞ്ചരിച്ച് നമ്മുടെ കാതിലെത്തുമ്പോഴാണ് നമ്മൾ എന്ത് കേൾക്കുന്നത്? ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു സോഴ്സ് ആവശ്യമാണ്, ഒരു മീഡിയം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കാനായിട്ട് എന്താണ്? ഒരു ലിസണറുടെയും അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനും ആവശ്യമാണ്. എന്നാൽ സ്പേസിൽ എന്തില്ല? ഈ പറയുന്ന മീഡിയം ഇല്ലാത്തത് കൊണ്ടാണ് ശബ്ദം സ്പേസിൽ സഞ്ചരിക്കാത്തത്. അപ്പോൾ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ പ്രീവിയസ് ഇയർ ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ശബ്ദം എന്നാൽ എന്താണ് എന്ന രീതിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇവിടെയും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് വൈബ്രേഷനാണ്. ശബ്ദത്തിന് സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും സഞ്ചരിക്കാം, പക്ഷേ എന്താണ്? മീഡിയം ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. സോ ശബ്ദത്തിനൊരു മീഡിയം ആവശ്യമാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്, ഇതും പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, ഏതിലാണ്? സോളിഡായ വസ്തുക്കളിലാണ്. അതിൽ നമുക്ക് അലുമിനിയത്തിലാണ് ഏറ്റവും വേഗത. അത് കഴിഞ്ഞിട്ട് ലിക്വിഡിലാണ്, അത് കഴിഞ്ഞ് ഗ്യാസിലാണ്. അലുമിനിയത്തിൽ 6423 മീറ്റർ പെർ സെക്കൻഡിലാണ് സഞ്ചരിക്കുന്നത്. ടെമ്പറേച്ചർ ശബ്ദത്തിൻ്റെ വേഗതയെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. മിനിമം നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ്. ഇത്രയെങ്കിലും ഒന്ന് നോക്കി വച്ചേക്കണം. അടുത്ത്, ഹു ഈസ് ടേംഡ് as ദ പ്ലാസ്റ്റിക് മാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ പ്ലാസ്റ്റിക് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് രാജഗോപാലൻ വാസുദേവനാണ്. അദ്ദേഹം ഒരു
ഒരു എഞ്ചിനീയറും സയൻറ്റിസ്റ്റുമാണ്. അദ്ദേഹം പ്ലാസ്റ്റിക്കിൽ നിന്ന് നമ്മുടെ റോഡ് ഉണ്ടല്ലോ, റോഡ് ടാർ ചെയ്യുന്ന ആ പറയുന്ന സാധനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്ത ആളാണ് ഈ പറയുന്ന രാജഗോപാലൻ വാസുദേവൻ എന്ന് പറയുന്നത്. അത് അദ്ദേഹം നമ്മൾ പ്ലാസ്റ്റിക് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. ഒരു സിമ്പിൾ GK പറയാം. മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമാണ്. റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൈലാസ വടിവ് ശിവൻ അഥവാ നമ്മുടെ മുൻ ISRO ചെയർമാനായിട്ടുള്ള K. ശിവനാണ്. അതുപോലെ മിസൈൽ വുമൺ എന്നൊരാളുണ്ട്, ഒരു മലയാളിയാണ്. അതാരെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, Tയിലാണ് പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ദ റോയൽ സിറ്റി ഓഫ് ഫത്തേപൂർ സിക്രി പണി കഴിപ്പിക്കുന്ന ഏത് രാജാവാണ്? അത് അക്ബറാണ് ഫത്തേപൂർ സിക്രി പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ഫത്തേപൂർ സിക്രി ആരുടെ ഓർമ്മയ്ക്കായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൻറ്റ് ഷെയ്ഖ് സൽമാൻ ചിഷ്ടിയുടെ ഓർമ്മയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇനിയൊരു പ്രീവിയസ് ചോദ്യമായിട്ട് വരാൻ സാധ്യത ഉണ്ട്. ഫത്തേപൂർ സിക്രി. അപ്പോൾ ഫത്തേപൂർ സിക്രി അതുപോലെ തന്നെ എന്താണ് ഈ ബുലന്ദ് ദർവാസ, ഫത്തേപൂർ സിക്രിയൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്ന ആരാണ്? അക്ബറാണ്. ഔറംഗസേബ് ആണെങ്കിൽ ബാദുഷാഹി മോസ്കും ബീബി ക മക്ബരയും ഔറംഗസേബാണ്. താജ്മഹൽ, ആഗ്ര ഫോർട്ട്. ഈ ആഗ്ര ഫോർട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട്, ഒന്ന് വെച്ചോ. ആഗ്ര ഫോർട്ട് മോത്തി മസ്ജിദ് പണി കഴിപ്പിച്ചത് ഷാജഹാനാണ്. ഇതെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിടാം. എനിക്ക് രണ്ടിടത്ത് ആഗ്ര ഫോർട്ട് വന്നപ്പോൾ ഒരു സംശയം. ശരി, ഇനി നോൺ മെറ്റലുകൾ കെമിസ്ട്രി വന്നിരിക്കുന്നതാണ്. നോൺ മെറ്റൽസ് ആർ ജനറലി മോർ ഇലക്ട്രോ നെഗറ്റീവ് ഡ്യൂ ടു ഡാഷ്. എന്തുകൊണ്ടാണ് നമ്മുടെ നോൺ മെറ്റലുകൾ ഇലക്ട്രോ നെഗറ്റീവ് ആകുന്നതെന്നാണ് ചോദ്യം. ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണോ, സ്മോളർ അറ്റോമിക് റേഡിയസ് ഉള്ളത് കൊണ്ടാണോ, സ്മോളർ അറ്റോമിക് നമ്പർ ഉള്ളത് കൊണ്ടാണ്, സ്മോൾ അയനൈസേഷൻ എനർജി? കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഇതിനകത്ത് B ആണ്. ആറ്റത്തിൻ്റെ സൈസ്, അറ്റോമിക്കിൻ്റെ റേഡിയസ് എന്താണ്? ചെറുതാണ്. പീരിയോഡിക് പ്രോപ്പർട്ടീസൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്നതാണ്, ക്ലാസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അതിലോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവ് അയോണായി മാറാനുള്ള ഒരാളുടെ ടെൻഡൻസിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. നോൺ മെറ്റലുകൾ പൊതുവേ എന്താണ്? ഇലക്ട്രോ നെഗറ്റീവാണ്. പീരിയോഡിക് ടേബിളിൻ്റെ വലതുവശത്തായിട്ടാണ് ഇവർ കാണുന്നത്. കാരണം ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഈ പറയുന്ന അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും? കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരികയും ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. അതുകൊണ്ടാണ് നോൺ മെറ്റലുകൾ ഇലക്ട്രോ നെഗറ്റീവ് ആയത്. കൂടുതൽ വിശദീകരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് ചെന്നിട്ട് തപ്പിയാൽ മതി. കെമിസ്ട്രിയിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ് നമ്മളൊരു 3 പാർട്ടോടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തേക്കുന്ന റീസൺ. ഓക്കെ, അടുത്ത് നമ്മുടെ ദങ്കൽ മൂവിയിലെ ലീഡിംഗ് റോൾ ആരാണ്? അത് അമീർ ഖാനാണ്. അന്നത്തെ കറണ്ട് അഫെയർ ആണ്. നമ്മളിപ്പോൾ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. 2024 അവസാനത്തെ നാഷണൽ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ കിട്ടിയത് ആർക്കാണ്? അത് ഋഷഭ് ഷെട്ടിക്കാണ്, കാന്താര മൂവിയിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഒരു മെറ്റലിനെ നമുക്ക് തിൻ ഷീറ്റാക്കി മാറ്റാനുള്ള കഴിവിനെ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണത്? അത് മാലിയബിലിറ്റിയാണ്. ഏതാണ്? മാലിയബിലിറ്റിയാണ്. ഏറ്റവും കൂടുതൽ മാലിയബിളായ മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ ഗോൾഡ് ആണ്. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ അത് നൂലാക്കി മാറ്റാനുള്ള, നൂല് പോലെ ആക്കാനുള്ള കഴിവാണ്. ഗോൾഡിന് തന്നെയാണ് ഡക്റ്റിലിറ്റിയും കൂടുതലെന്ന് പറയുന്നത്. എക്സ്പാൻഷനും കണ്ടക്ഷനൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. നെക്സ്റ്റ്, മാസ് ബൈ വോളിയം അറിയപ്പെടുന്ന പേരെന്താണ്? മാസ് പെർ യൂണിറ്റ് വോളിയം എന്നോ അല്ലെങ്കിൽ മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിയാണ് മാസ് ബൈ വോളിയം. ഡെൻസിറ്റിയുടെ യൂണിറ്റ് അപ്പോൾ എന്തായിരിക്കും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് എന്ത്? ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. മറ്റു ആൾക്കാരെ നമുക്ക് നോക്കാം. പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? അത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പാസ്കലാണ് പ്രഷറിൻ്റെ യൂണിറ്റ്. ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയയ്ക്ക് പല ഏരിയ ആണ്. ഏരിയയ്ക്ക് ഓരോന്നിനും ഓരോ ഫോർമുലയാണ്. സ്ക്വയർ ആണെങ്കിൽ അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത്തും ബ്രെഡ്ത്തും സ്ക്വയറിന് സെയിം ആയതുകൊണ്ട് L സ്ക്വയർ എന്ന് പറയാം. ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് BH ആണ്. സർക്കിളിലാണെങ്കിൽ ഇത് πr സ്ക്വയർ ആണ്. R എന്ന് വെച്ചാൽ റേഡിയസ് ആണ്. റെക്റ്റാങ്കിളാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ എന്ന് പറയുന്നത്. എലിപ്സിലാണെങ്കിൽ എന്താണ്? പൈ എന്താണ്? AB ആണ്. അടുത്ത ട്രപ്പിസോയിഡ് ആണെങ്കിൽ എന്താണ്? അത് A+B/2 ഇൻറ്റു H ആണ്. അതായത് A+B എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്, അതിൻ്റെ ഹാഫ് ഇൻറ്റു ഹൈറ്റ്, അതായത് ഈ പറയുന്ന ഡയഗണൽ ഹൈറ്റ് ആണ് എന്ത്? ട്രപ്പിസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. മാത്സ് നിങ്ങൾ പഠിക്കും, ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇട്ടൊന്നേ ഉള്ളൂ. ഇനി ഡാഷ് ടിഷ്യൂസ് ഈസ് ഫൗണ്ട് ബിനീത്ത് ദ സ്കിൻ എറൗണ്ട് ദ കിഡ്നീസ് ആൻഡ് ബിറ്റ്വീൻ ദ ഇൻറ്റേർണൽ ഓർഗൻസ്. അതായത് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൻ്റെ അടിയിലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രത്യേക ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂ നമുക്ക് ആർക്കും ഒട്ടും ഇഷ്ടമുള്ള ടിഷ്യൂ അല്ല. പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങളുടെയൊക്കെ വയറിൻ്റെ മുകളിൽ ഈ അകത്ത് ഈ പറയുന്ന ടിഷ്യൂ കുറച്ച് അധികമായിട്ട് കാണപ്പെടും. നമ്മളതിനെ കുടവയർ എന്ന് പറയാറുണ്ട്. സ്ത്രീകളിലും അത് ഉണ്ടാവാറുണ്ട്. സാധനത്തിൻ്റെ പേര് ഓപ്ഷൻ D അഡിപ്പോസ് ആണ്. ഓക്കെ, അടിഞ്ഞുകൂടുന്ന ഫാറ്റാണ് എന്ത്? അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അഡിപ്പോസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അഡിപ്പോസ് ആൾസോ നോണസ് എന്താണ്? ബോഡി ഫാറ്റ് ആണ്. അതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഉപയോഗമുള്ള സാധനം തന്നെയാണ്. എനർജിയാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കലോറി ഡെഫിസിറ്റിലൊക്കെ പോയി
കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വർക്കൗട്ടൊക്കെ ചെയ്താലേ വണ്ണം കുറയുള്ളൂ. അതൊരു ഇൻസുലേറ്ററാണ്, ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം കുറച്ച് ബോഡി ഫാറ്റ് വേണം കേട്ടോ. ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റും ചെയ്യും. ഇനി മറ്റൊരു ടിഷ്യൂ ഇവിടെ പറയുന്നത് ഏരിയോളാർ ടിഷ്യൂ ആണ്. അതും ഒരു കണക്റ്റീവ് ടിഷ്യൂ തന്നെയാണ്. നമ്മുടെ ഒരു കുഷനിങ് ഫ്ലെക്സിബിലിറ്റി ഒക്കെ തരും. സ്കിന്നിലൊക്കെ കാണുന്നതാണ് എന്ത് ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് തലയിരിക്കത്തില്ല. അഡിപ്പോസ് എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നറിയാം. ഏരിയോളാറൊക്കെ നമ്മൾ ബയോളജി ക്ലാസ്സുകൾ ഉൾപ്പെടുത്താം. അടുത്ത, ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്. പബ്ലിക് പേഴ്സിൻ്റെ, അതായത് പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അറ്റോർണി ജനറൽ അല്ല, ചീഫ് മിനിസ്റ്റർ ഒരു കാരണവശാലും അല്ല, പ്രൈം മിനിസ്റ്റർ അല്ലേ അല്ല, പിന്നെ ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 148 CAGയെ പറ്റി പറയുന്നത്. പ്രീവിയസ് ആണ്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? കൺട്രീസ് ടോപ്പ് ഓഡിറ്റിംഗ് ബോഡി. നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ചിലവ് വരവ് കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന, അതിലെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആളാണ് ആര്? CAG എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി, ടു എക്സാമിൻ എവറി റുപ്പി ദാറ്റ് ദ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് റിസീവ് ആൻഡ് സ്പെൻഡ്, അല്ലേ? പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് റവന്യൂവും നമ്മൾ കൂട്ടി നോക്കുന്ന, അക്കൗണ്ടിങ് ചെയ്യുന്ന ആളാണ് CAG എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നിലവിലെ CAG കെ സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തിയാണ് ഇപ്പോഴത്തെ CAG. ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. CAG ഇപ്പോഴത്തെ ആരാണ്? സഞ്ജയ് മൂർത്തി. CAG സഞ്ജയ് മൂർത്തി. അടുത്ത്, SI യൂണിറ്റ് ഓഫ് ത്രസ്റ്റ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തെന്ന് അറിഞ്ഞുകൂടായിരിക്കും. ത്രസ്റ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന, പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ് ത്രസ്റ്റിനും. ന്യൂട്ടൺ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. പാസ്കൽ പ്രഷർ, ഓം റെസിസ്റ്റൻസ്, ജൂള് എനർജി അല്ലെങ്കിൽ വർക്ക്. അപ്പോൾ ത്രസ്റ്റ് എന്താണ്? ഫോഴ്സ് ദാറ്റ് ആക്ട് പെർപെൻഡിക്കുലർ ടു എ സർഫസ് ഏരിയ. ഒരു സർഫസ് ഏരിയയ്ക്ക് 90 ഡിഗ്രി പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. യൂണിറ്റ് ന്യൂട്ടൺ. അടുത്ത നല്ലൊരു ചോദ്യമാണ്. ദ ഡയഗ്രം ഷോസ് ദ ഫോഴ്സ് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് വയർ. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന വയറിന് ചുറ്റും ഉണ്ടാകുന്ന ഒരു ഫീൽഡാണ് ഈ കാണിച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ഫീൽഡിൻ്റെ പേരെന്താണ്? ഈ ചിലന്തി പോലെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇങ്ങനെ വരകളുണ്ട്. എന്താണിത്? ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? ഓക്കെ, കറക്റ്റ് ഉത്തരം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റും എന്തുണ്ടാകും? ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. നമ്മൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് നമ്മളവിടെ എത്തിയിട്ടില്ല, ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 ക്ലാസ് കഴിയുമ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ എത്തും. മനസ്സിലാക്കുക, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രാം അല്ലെങ്കിൽ ഇമാജിനറി ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മുകളിൽ കൊടുത്തേക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്താണ്? നോർത്തും സൗത്തും 2 പോളാണല്ലോ ഉള്ളത്. ഇന്ത്യയും അത് എന്തായിരിക്കും? കണ്ടിന്യൂസ് ലൈൻസ് ആയിരിക്കും. അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, പരസ്പരം കൂട്ടിമുട്ടത്തില്ല. അതൊക്കെയുണ്ട്. സോ വിശദമായിട്ട് നമുക്ക് അവിടെ അത് പഠിക്കാം. അടുത്ത ചോദ്യം, ഇൻ ഡാഷ് ടിഷ്യൂസ് ദ സെൽസ് ആർ വൈൽഡ്ലി സ്പേസ്ഡ്. ഏത് ടിഷ്യൂവിലാണ് സെല്ലുകൾ സ്പേസ് ഇട്ട് കാണുന്നത്? അത് ബയോളജി നമ്മൾ വ്യക്തമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. എവിടെയാണ്? കാർട്ടിലേജിലാണ്. ഓക്കെ, കാർട്ടിലേജിലാണ് ഇത് കാണുന്നത്. അപ്പോൾ കാർട്ടിലേജ് എന്ന് വെച്ചാൽ എന്താണ്? കാർട്ടിലേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ, നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗം, ചെവിയുടെ ഈ ഭാഗം, പിന്നെ നമ്മുടെ ജോയിൻറ്റുകളൊക്കെ കാർട്ടിലേജ് ഉണ്ട്. ഓക്കെ, അതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോണിനെയും ജോയിൻറ്റുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ നോസ്, ഇയർ, ലാരിങ്സിലും ജോയിൻറ്റുകളിലൊക്കെ ഇത് കാണപ്പെടുന്നു. ഇനി കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, മറ്റ് ടിഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ടിഷ്യൂസാണ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട് നമ്മുടെ സ്കിന്നിനകത്ത് വരുന്നത്. കാർട്ടിലേജ് ഉണ്ട്, ബോണുണ്ട്, അഡിപ്പോസ് ടിഷ്യൂവും ഉണ്ട്. ടിഷ്യൂ പഠിക്കുമ്പോൾ അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. 10ാം ക്ലാസ്സിൽ അല്ലോ, 10ലാണോ 9ലാണെന്ന് തോന്നുന്നു ടിഷ്യൂസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുന്നത്. AIADMK ഏത് സ്ഥലത്തെ റീജിയണൽ പാർട്ടിയാണ്? മലയാളികൾക്ക് അതറിയാം, തമിഴ്നാടാണ് അല്ലേ? അപ്പോൾ തമിഴ്നാട്ടിലെ റീജിയണൽ പാർട്ടിയാണ് AIADMK. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകം. ആരാണ്? നമ്മുടെ MGR ആണ് ഫൗണ്ട് ചെയ്തത്. നമ്മുടെ ജയലളിതയുടെയൊക്കെ പാർട്ടി. മറ്റൊരു ഓപ്പോസിറ്റ് പാർട്ടിയാണ് DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. അത് CN അണ്ണാദുരൈയാണ്. എനിക്ക് തോന്നുന്നു ഈ പാർട്ടിയാണല്ലോ ഇപ്പോഴും ഭരിക്കുന്നത്. നമ്മുടെ സ്റ്റാലിൻ്റെ ഒക്കെ പാർട്ടി ഇത് തന്നെയല്ലേ? അതോ അത് വേറെ പാർട്ടിയാണോ? ഒരു സംശയമുണ്ട്. പക്ഷേ നമുക്ക് കറണ്ട് അഫെയർ വരുന്നത് നമ്മുടെ ഇളയ ദളപതി വിജയ് തുടങ്ങിയ പാർട്ടി, 2024 തുടങ്ങിയ പാർട്ടി, TVK എന്നറിയപ്പെടുന്ന പാർട്ടി, തമിഴക വെട്രി കഴകം. ഇത് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. TVK എന്ന പാർട്ടി ഏത് സ്ഥലത്തെ റീജിയണൽ പാർട്ടി? തമിഴ്നാട്ടിലെ. ഫൗണ്ട് ചെയ്തത് ആര്? വിജയ്. അല്ലെങ്കിൽ വിജയ് ഈയിടെ ഫൗണ്ട് ചെയ്ത പാർട്ടി ഏത്? ചോദിക്കാം. TVK തമിഴക വെട്രി കഴകം. തമിഴക വെട്രി കഴകമാണ് ഉത്തരവെന്ന് പറയുന്നത്.
അടുത്ത് പ്രഷർ ഇൻറ്റു ഏരിയ എന്താണ്? നല്ലൊരു ചോദ്യമാണ്, പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഷർ എന്താണെന്ന് ആദ്യം അറിയണം. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ പ്രഷറിനെ നമ്മൾ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? നമുക്ക് ഫോഴ്സ് കിട്ടും. പക്ഷേ ഓപ്ഷനിൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. പക്ഷേ എന്തുണ്ട്? ത്രസ്റ്റ് ഉണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഈ ത്രസ്റ്റും ഫോഴ്സും എന്നൊക്കെ പറയുന്നത് ഏതാണ്? സെയിം തന്നെ. അപ്പോൾ ഉത്തരം എ ആണ്, ത്രസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഫോഴ്സിൻ്റെ ഈ ഒരു ട്രയാങ്കിൾ ഓർത്ത് വയ്ക്കുക. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് പ്രഷർ ഇൻറ്റു ഏരിയ, പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ് ബൈ ഏരിയ, ഏരിയ എന്ന് വെച്ചാൽ അതെന്താണ്? ഫോഴ്സ് ബൈ പ്രഷർ. ഓക്കെ, ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഡോക്ടർ ഭീംറാവു അംബേദ്കർ യൂണിവേഴ്സിറ്റി 1927 വന്നു. എവിടെയാണെന്നാണ്? ആഗ്രയിലാണ്. ആഗ്ര യൂണിവേഴ്സിറ്റി എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്നത് തന്നെയാണ് എന്ത്? ഈ പറയുന്ന ഡോക്ടർ ഭീംറാവു അംബേദ്കർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, രത്നഗിരി മൈൻസ് ഏത് സ്റ്റേറ്റിലാണ്? ഇമ്പോർട്ടൻ്റ് മൈൻസിൽ ഒന്നാണ്. മഹാരാഷ്ട്രയിൽ കാണപ്പെടുന്ന ബോക്സൈറ്റ് മൈനാണ് രത്നഗിരി മൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അലുമിനിയം മണ്ണിൽ നിന്ന് കിട്ടുമ്പോൾ അതിനെ നമ്മൾ ബോക്സൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? അലുമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്. രത്നഗിരി മൈൻസ് ഓഫ് മഹാരാഷ്ട്ര ഫേമസ് ഫോർ ബോക്സൈറ്റ് ആണ്. തൊട്ട് മുമ്പ് ഒരു പ്രീവിയസ് ചോദ്യ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ഒഡീഷയാണ്. ഇനി മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഇതിനി അറിഞ്ഞുകൂടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ ക്ലാസ് എല്ലാം അപ്ലോഡ് ചെയ്ത് പലതവണ പറഞ്ഞു തന്നതാണ്. അടുത്ത്, എ ബോഡി ഓഫ് മാസ് എം മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 4 km/h കൊളൈഡ് വിത്ത് എ ബോഡി ഓഫ് മാസ് 3m അറ്റ് റെസ്റ്റ്. നൗ ദ കോൾസ്ഡ് മാസ്, ഒരുമിച്ച് പോകുന്ന മാസ് എന്നാണ് തോന്നുന്നു എൻ്റെ അർത്ഥം. എനിക്ക് സത്യമായി എനിക്ക് അർത്ഥം അറിഞ്ഞുകൂടാ. പക്ഷേ ചോദ്യം ബാക്കിയുള്ളത് വെച്ച് ഞാൻ ഊഹിക്കുന്നതാണ്. അതെന്താണ്? ഒരുമിച്ച് പോവുകയാണ്. സ്റ്റാർട്ട് ടു മൂവ് വിത്ത് എ വെലോസിറ്റി ഓഫ് ഡാഷ്. ചോദിച്ചേക്കുന്നത് എം മാസുള്ള ഒരു ഒബ്ജക്റ്റ്, അത് 4 km/h എന്ന വേഗതയിൽ പോവുകയായിരുന്നു. അത് മറ്റൊരു ബോഡിയുമായി കൂട്ടിയിടിച്ചു. ആ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 3m ആണ്. അതായത് ഈ എമ്മിൻ്റെ 3 ഇരട്ടിയാണ്. പക്ഷേ അത് 0 റെസ്റ്റ് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0 km/h വെലോസിറ്റി ഇരിക്കുകയായിരുന്നു. രണ്ടും കൂടെ വന്ന് കൂട്ടിയിടിച്ചതിന് ശേഷം രണ്ടുപേരും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോയപ്പോൾ ഉള്ള വെലോസിറ്റി എത്രയെന്നാണ് ചോദ്യം. ഇത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അതായത് ഒരുമിച്ചാണ് ഇടിച്ചതിന് ശേഷം പോകുന്നത്. ഇവിടെ പുറത്തുനിന്ന് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസർവ്ഡ് ആയിരിക്കും. അതായത് മൊമെൻറ്റം എന്ന് വെച്ചാൽ പി ആണ്. പി ഇസ് ഈക്വൽ ടു എം വി. അതായത് ഇടിക്കുന്നതിന് മുമ്പുള്ള മൊമെൻറ്റം പി ഇനീഷ്യൽ എന്ന് പറയുന്നത് ഇടിച്ചതിന് ശേഷമുള്ള മൊമെൻറ്റം പി ഫൈനലിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഇനി ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ മാസ് എം, മാസിൻ്റെ വെലോസിറ്റി ആണല്ലോ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ ഓർത്ത് വെച്ചോ, മാസിൻ്റെ വെലോസിറ്റിയാണ് മൊമെൻറ്റം. അപ്പോൾ മാസ് ആദ്യത്തേത് എം, അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി 4, പ്ലസ് രണ്ടാമത്തെ മാസ് എന്ന് പറയുന്നത് 3m, അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി 0. സോ 4m ആണ് ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇത് ഫൈനൽ മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫൈനൽ മൊമെൻറ്റത്തിൻ്റെ മാസ് എന്താണ്? 3m-ഉം m-ഉം ഒരുമിച്ചല്ലേ പോകുന്നത്. അപ്പോൾ 3m m കൂടി ചേർന്ന് എത്രയാണ്? 4m. ഇത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലേ? ആദ്യത്തെ മൊമെൻറ്റം 4m എന്ന് പറയുന്നത്, അതായത് ഈ 4m എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 4m ഇൻറ്റു ഇവിടുത്തെ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഡിവിഷൻ ആവും അല്ലേ? അപ്പോൾ 4m/4m എന്തായിരിക്കും? 4ഉം 4ഉം വിട്ട് 1 കിട്ടും. സോ വെലോസിറ്റി എന്ന് പറയുന്നത് 1 km/h ആണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി കണ്ടോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. മൊമെൻറ്റം നമ്മൾ പഠിപ്പിക്കും. അത് എത്തിയില്ല ടോപ്പിക്ക്. മൊമെൻറ്റത്തിൽ നമ്മളിതിനൊക്കെ ഉറപ്പായിട്ട് പറഞ്ഞു പോകും. പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണെന്ന് ഓർത്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അടുത്ത ചോദ്യം, റാവത്ത് ബാട്ട എന്ന പവർ സ്റ്റേഷൻ എവിടെയാണ് കാണപ്പെടുന്നത്? രാജസ്ഥാനിലാണ്. റാവത്ത് 6 അങ്ങനെ ഞാൻ ഓർത്ത് വച്ചേക്കുന്നത്. രാജസ്ഥാനിലുണ്ട് 6, റാവത്ത് ബാട്ടയിലുണ്ട് 6. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ പ്ലാന്റ് GK ചോദ്യമാണ്. ഉറപ്പായിട്ടും എല്ലാവരും പഠിച്ചു വച്ചേക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിനകത്തുള്ളത് ഏതാണ്? അത് നറോറയാണ് ഉത്തർപ്രദേശിനകത്തുള്ളത്. രാജസ്ഥാനിലുള്ള റാവത്ത് ബാട്ട. ഗുജറാത്തിലാണെങ്കിൽ ഏതാണ്? കാക്രപാറ. ഈ പറയുന്ന താരാപൂർ ആണെങ്കിൽ മഹാരാഷ്ട്ര. കൈഗയാണെങ്കിൽ കർണാടക.
തമിഴ്നാട്ടിൽ ഇവിടെ കാണുന്ന ഏതാണ്? കൂടംകുളമാണ്. അതിന് മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനും ഉണ്ട്. ഇത്രയും മിനിമം എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. മാപ്പ് നോക്കിയോ അല്ലാതെയോ പഠിച്ചു വെച്ചിട്ടേ പോകാവുള്ളൂ. ഇതൊക്കെ ബേസ് ആണ്. ഇതൊന്നും പഠിക്കാതെ നമുക്കൊരു പരീക്ഷയ്ക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും റെയിൽവേക്ക് മാത്രമല്ല, നിങ്ങൾ റെയിൽവേക്കും SSCക്കും കുറേ പേര് PSCക്കും അല്ല ഇപ്പോൾ KS നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. KSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കാതെ ഒരുത്തിന് പരീക്ഷയ്ക്ക് പോകത്തില്ല. ഇനി ഫെബ്രുവരി 2018 അനുസരിച്ച് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ചെയർമാൻ ആര്? പല നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. പ്രസൂൺ ജോഷിയാണ് ഉത്തരവെന്ന് പറയുന്നത്. വീണ്ടും ഇതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എന്താണ് ഈ CBFC എന്ന് പറയുന്നത്? ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഇത് ഭയങ്കര വിഷയമായിട്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ സിനിമയിലെ വയലൻസ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് CBFC എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏജൻസിയാണ് ഈ CBFC എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ പല സർട്ടിഫിക്കേഷൻസ് കൊടുക്കാറുണ്ട്. UA, UAS എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന സിനിമകൾ, ട്രെയിലറുകൾ, ഡോക്യുമെൻ്ററികൾ, ഇതിനകത്തൊക്കെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതിൽ U എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്? അൺറെസ്ട്രിക്റ്റഡ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാം. A എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്? അഡൾട്ട്സ് ഓൺലി ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 18 വയസ്സ് കഴിഞ്ഞവർക്കേ കാണാവുള്ളൂ. വയലൻസും ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റത് മാത്രമല്ല. ശരി. UA എന്ന് വെച്ചാൽ എന്തായിരിക്കും? അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് എക്സിബിഷൻ ആണ്. പക്ഷേ എന്തുകൊണ്ട്? വിത്ത് പാരൻ്റൽ ഗൈഡൻസ്. അതായത് 12 വയസ്സ് താഴെയുള്ളവരൊക്കെ ആണെങ്കിൽ പാരൻസിൻ്റെ ഗൈഡൻസ് വേണമെങ്കിൽ കാണിച്ചാൽ മതി എന്നാണ്. നമുക്കധികം വശമുള്ളതല്ല. ഇതെന്താണ്? ഒരു പ്രത്യേക കാറ്റഗറിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റ് പോലെയുള്ളവർക്ക് വേണ്ടി ഇറക്കുന്ന ഫീച്ചർ ഫിലിമൊക്കെയാണ് കാറ്റഗറിയിൽ വരുന്നത്. തിയേറ്റർ റിലീസിലുള്ളതല്ല. ഇനി കെമിസ്ട്രിയാണ്. ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് ആർ യൂഷ്വലി ഡാഷ്. നോൺ മെറ്റലുകൾ ബേസിക് ആണ്. പക്ഷേ നോൺ മെറ്റലിൻ്റെ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? അസിഡിക് ആണ്. ഇതുപോലെയാണ് തിരിച്ചും. മെറ്റലുകൾ അസിഡിക് ആണെങ്കിൽ മെറ്റലിൻ്റെ ഓക്സൈഡ് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. അപ്പോൾ ഇതൊന്നും ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ നിന്നുള്ള ചോദ്യം വരും. കെമിസ്ട്രി നമ്മൾ ആ ടോപ്പിക്ക് എത്തുമ്പോൾ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അടുത്ത് ആൻഡ് ഉറുമ്പുകൾ വഴി നടക്കുന്ന പോളിനേഷൻ അറിയപ്പെടുന്ന പേരെന്താണ്? ഉറുമ്പുകൾ വഴിയുള്ളത് മെർമിക്കോഫിലിയാണ്. മെർമിക്കോഫിലി. എൻഡമോളജി ഇൻസെക്റ്റുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ്. മെർമിക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറുമ്പുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അത് വെച്ചാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന മെർമിക്കോളജി എന്ന് പറയുന്നത് എന്താണ്? അത് എൻഡമോളജി, ഇൻസെക്റ്റുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ് എൻഡമോളജി. അത് മെർമിക്കോളജി എന്ന് വെച്ചാൽ ഉറുമ്പുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഉറുമ്പുകൾ വഴി നടക്കുന്ന പോളിനേഷൻ മെർമിക്കോഫിലി ആയിരിക്കും. ഇനി ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്ന ഇമാസ്കുലേഷൻ എന്ന് വെച്ചാൽ അത്ര നല്ലൊരു കാര്യമല്ല. എന്താണ്? റിമൂവിങ് ഓഫ് മെയിൽ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണ് എന്ത്? ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത് കിടക്കുന്നത്. ഈ പറയുന്ന ഫിസ്കസ് റിലിജിയോസ എന്ന് പറയുന്ന ചെടിയുടെ പേരാണ്. അടുത്ത ഡെർമിക്കോളജി എന്താണെന്ന് റെയിൽവേക്ക് തന്നെ അറിയാം. ഇനി ബർഖ ദത്ത ഈസ് നോൺ ഫോർ ഹെർ റോൾസ് ആസ് ഓഫ് ഫോളോയിങ്. ബർഖ ദത്ത ആരാണ്? ബർഖ ദത്ത ഒരു ജേർണലിസ്റ്റാണ്. നമ്മുടെ കാർഗിൽ യുദ്ധമൊക്കെ കവർ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ബർഖ ദത്ത. ഈ ബർഖ ദത്ത ഇതാണ് പെണ്ണുപിള്ള ബർഖ ദത്ത എന്ന് പറയുന്നത്. കാർഗിൽ കോൺഫ്ലിക്റ്റ് കവർ ചെയ്തതിൻ്റെ പേര് NDTV റിപ്പോർട്ടറായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് അത് യൂട്യൂബ് ചാനലൊക്കെ നടത്തുകയാണ്. ഇവരാണ് എന്താണ്? പത്മശ്രീ അവാർഡ് വാങ്ങിച്ച ഏറ്റവും യങ്ങസ്റ്റ് ജേർണലിസ്റ്റാണ് ആര്? ബർഖ ദത്ത എന്ന് പറയുന്നത്. ഇവരുടെ പേര് പല കോൺട്രവേഴ്സിയൊക്കെ ഉണ്ട്. നമ്മൾ അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അന്ന് ഈ കാർഗിൽ യുദ്ധമൊക്കെ നടന്ന സമയത്ത് ഇവരുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ ഇന്ത്യൻ മിലിറ്ററിക്കാരുടെ പോസ്റ്റിൻ്റെ ലൊക്കേഷൻ പാകിസ്ഥാൻകാർക്ക് കിട്ടിയെന്നൊക്കെ അന്നൊരു വിഷയം ഉണ്ടായിരുന്നു. എനിക്കൊരു ഇഷ്ടമല്ല എന്തോ. അപ്പോൾ നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് റിലീസിങ് ഓഫ് എൻ എഗ് ഫ്രം ദ ഓവർ ഈസ് കോൾഡ് എന്താണ്? ഓവുലേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ? ഈ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് എന്ത്? അണ്ടോ ബീജവും തമ്മിൽ ചേരുന്നതാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഓവുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റിലീസ് ഓഫ് എൻ എഗ് ഫ്രം എൻ ഓവറി. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് കുട്ടി സൈഗോട്ട് ഉണ്ടാകുന്നതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ പറയുന്ന ഈ രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്ന സമയം, കൺസെപ്ഷൻ തൊട്ട് കുട്ടി ജനിക്കുന്നവരെയുള്ള ടൈം പീരീഡാണ്, ഗർഭകാലമാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതൊരു നോർമൽ മനുഷ്യനിൽ 280 ദിവസം അല്ലെങ്കിൽ 40 ആഴ്ചയാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലെൻസ് ആൻഡ് മിറേഴ്സ്? ലെൻസ് മിററിൻ്റെ ഏതാണ്ട് 9 ക്ലാസ്സോളം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ്. എ കോൺവെക്സ് ലെൻസ് കൺവേർജസ് ലൈറ്റ്. അത് കാണുമ്പോൾ തന്നെ അറിയാം തെറ്റാണെന്നല്ലേ. ഒരു കോൺവെക്സ് മിറർ, ഇതാണ് കോൺവെക്സ് മിറർ അല്ലേ. കോൺവെക്സ് മിറർ തട്ടുന്ന ലൈറ്റ് തട്ടി ദൂരോട്ടേ പോവുള്ളൂ എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ദൂരോട്ട് പോകുന്നതിനാണോ കൺവേർജിങ് എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ തെറ്റെന്ന് പറയുന്നത് C ആണ്. ബാക്കി എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ തരുന്നില്ല. ക്ലാസ്സുകളിൽ വ്യക്തമായി അത് ഫുള്ളും പറഞ്ഞിട്ടുണ്ട്. The Mission Olympic Cell of the Union Ministry of the Sports and Youth Affairs included men's dash team for India in the targeted Olympics podium scheme.
ഹോക്കിയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ മിഷൻ ഒളിമ്പിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളിക്കാരെയൊക്കെ എന്താണ് ഈ പറയുന്ന ടാർഗറ്റ് ഒളിമ്പിക്സ് പോഡിയം സ്കീം എന്ന് വെച്ചാൽ നമ്മളെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സിൻ്റെ കീഴിൽ 2014 വരുന്നതാണ്. ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് കളിക്കാരെ സജ്ജരാക്കുക, അതിലോട്ട് ടീമുകൾ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ മിഷൻ ഒളിമ്പിക്സ് സെൽ നടത്തുന്നത്. അത് ഈ അടുത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഹോക്കിയാണ്. നമുക്ക് ഒളിമ്പിക്സിന് ആകെപ്പാടെ ഗോൾഡ് വാങ്ങിച്ചു തരുന്ന ഇനമാണല്ലോ ഹോക്കി, ഐറ്റം ആണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സിലെ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ എന്താണ് അത്? മൻസുഖ് മാണ്ഡവ്യയാണ്. ഓക്കെ, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ മിനിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത, വാട്ട് വിൽ ഒക്കർ ടു ദ പി എച്ച് ഓഫ് എ സൊല്യൂഷൻ ഇഫ് ദ ഹൈഡ്രോജൻ അയോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസസ്? അപ്പോൾ ഹൈഡ്രോജൻ അയോൺ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ പി എച്ചിന് എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾക്കറിയാം. ഈ പി എച്ച് എന്ന് വെച്ചാൽ പൊട്ടൻസ് ഓഫ് ഹൈഡ്രോജൻ എന്നാണ്. അതായത് നെഗറ്റീവ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ H+ അയോൺസ് ആണ് പി എച്ച് എന്ന് പറയുന്നത്. അങ്ങനെ പറയണ്ടല്ലേ, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. H+ അയോൺസ് ഒരു സൊല്യൂഷനിലുണ്ടെങ്കിൽ അത് അസിഡിക് ആയിട്ട് മാറും. OH- ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? ബേസിക് ആയിട്ട് മാറും. ഒരു സൊല്യൂഷനിൽ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേബിളാണ് pH സ്കെയില്. അതിൻ്റെ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത് 7 ആണ്. 7ന് താഴോട്ട് പോകുമ്പോൾ അത് അസിഡിക്കും, 7ന് മുകളിലോട്ട് പോകുമ്പോൾ അത് ബേസിക് ആയിട്ട് മാറുന്നു. ഇവിടെ പറഞ്ഞേക്കുന്നത് H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു എന്നാണ്. H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും സ്കെയിൽ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് pHൻ്റെ സ്കെയിൽ 7ൽ നിന്ന് എങ്ങോട്ട് പോകും? താഴോട്ട് പോകും. 7, 6, 5, 4, 3, 2, 1, 0. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? pH H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും? pH ഡിക്രീസ് ചെയ്യുമെന്നല്ലേ പറയേണ്ടി വരുള്ളൂ. അതെ, pH ഡിക്രീസ് ചെയ്യും. കണ്ടോ, ഇങ്ങോട്ട് പോകും തോറുമാണ് അസിഡിക് നേച്ചർ വരുന്നത്. അപ്പോൾ H+ കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അസിഡിക് ആയിട്ട് മാറുന്നു. അപ്പോൾ pHൻ്റെ വാല്യൂ കുറയുന്നു. ഇനി OH- ആയിരുന്നു കൂടിയിരുന്നെങ്കിൽ എങ്ങോട്ട് പോയേനെ? വലത്തോട്ട് പോയേനെ, pHൻ്റെ വാല്യൂ കൂടിയേനെ. ഓക്കെ, നെക്സ്റ്റ്. ഒരു പീരിയോഡിക് ടേബിളിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആരാണ്? ഒറ്റ ഉത്തരം നോബിൾ ഗ്യാസ്. എന്തുകൊണ്ടാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺ ആകുമ്പോൾ അത് സ്റ്റേബിൾ ആവും. ക്ലാസ്സിൽ വിശദമായി പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിപ്പിച്ചതാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. എന്താണ്? ഡീൽസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണോ? അല്ല. എക്സ്പ്ലെയിൻസ് അബൌട്ട് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തെ പറ്റി പറയുന്നതാണ് അല്ലേ. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നത് എന്തിന് പ്രപ്പോർഷണലാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞ നിയമമാണ് എന്ത്? ന്യൂട്ടൻ്റെ രണ്ടാം നിയമം അല്ലേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഇക്വേഷനിലോട്ട് എത്തുന്നത്? F = ma, F = ma എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് നമ്മൾ എത്തുന്നത്. ഡി ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. F = ma. അടുത്ത ചോദ്യം, the 3 out of the 4 options given below are related in a particular way. Choose the option that is different or odd from the other. ജലം, ബെത്വ, ചിനാബ്, യമുന. ചമ്പൽ, യമുന. ഉത്തരം ഏതാണ്? ഈ ബെത്വ എന്ന് പറയുന്നതും ചമ്പൽ എന്ന് പറയുന്നതും യമുന എന്ന് പറയുന്നതും നമ്മുടെ നാഷണൽ റിവറായിട്ടുള്ള ഗംഗാ നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. എന്നാൽ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറി ആണ്. അപ്പോൾ ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് എ ആണ്, ജലമാണ്. ബാക്കി മൂന്നും ട്രിബ്യൂട്ടറി ഓഫ് ഗംഗയാണ്. അടുത്ത ചോദ്യം, ദ ഡാഷ് ഹാസ് ക്രിയേറ്റഡ് നാഷണൽ ഹൈവേസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ സെൽ ഫോർ അട്രാക്റ്റിംഗ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഹൈവേ പ്രോജക്റ്റുമായിട്ട് എന്തായാലും NTPC വരുന്നത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. NHAI എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. 1988 നിലവിൽ വരുന്നു. സന്തോഷ് കുമാർ യാദവ് ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. കണ്ടോ, സന്തോഷ്, സുരേഷ്, സന്ദീപ്, സഞ്ജയ്. ഇപ്പോഴത്തെ മിക്ക പോസ്റ്റുകൾ ഇരിക്കുന്നത് ഈ എസ് തുടങ്ങുന്ന പേരുള്ളവരാണ്. കൺഫ്യൂഷൻ നന്നായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ ഉപയോഗിച്ച് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, തെർമൽ പവർ കോർപ്പറേഷൻ വരുന്നത് 75-ലാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ വരുന്നത് 73-ലാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി വരുന്നത് 97-ലാണ്. ഒന്ന് ഓർത്ത് വെച്ചോ, ഫുൾ ഫോമെങ്കിലും ഓർത്ത് വെച്ചോ. ശേഷ് ആനന്ദ് മധുകർ ഈസ് ദ ഡാഷ് റൈറ്റർ ഹു വാസ് ഓണേർഡ് വിത്ത് സാഹിത്യ അക്കാദമി ഭാഷ സനൂനാൻ അവാർഡ്. എന്തുവാണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് പറയുന്നത് എന്താണ്? മഗാഹി എന്ന് പറയുന്ന ഭാഷയാണ്. ഈ മഗാഹി എന്ന് പറയുന്ന ഭാഷ നമ്മുടെ വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അന്ന് കൊടുത്തത്. അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. ഗോദാവരി, കൃഷ്ണ, കാവേരി ആൻഡ് വൈഗ ആർ ഡാഷ് ഫ്ലോയിങ് റിവേഴ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ പെനിൻസുലാർ റിവേഴ്സിൽ വരുന്നതാണ് അല്ലേ.
അപ്പോൾ ഗോദാവരി, കൃഷ്ണ, കാവേരി, വൈഗയൊക്കെ ഇങ്ങനെ വലതുവശത്തോട്ട് ഒഴുകിയിട്ട് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ പോകുന്നതാണ്. ബേ ഓഫ് ബംഗാൾ ഇന്ത്യയുടെ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണത്, ഈസ്റ്റ് ഫ്ലോയിങ് റിവറുകളാണ്. അപ്പോൾ വെസ്റ്റ് ഫ്ലോയിങ് ഓർത്ത് വെച്ചോ. നർമ്മദ, താപ്തി, പിന്നെ ഇവിടെയുള്ള പെരിയാറൊക്കെയാണ് എന്ത്, വെസ്റ്റ് ഫ്ലോയിങ് റിവറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഫ്ലോയിങ്ങും വെസ്റ്റ് ഫ്ലോയിങ്ങും ഓർത്ത് വെച്ചു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? ഇത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലാത്ത എന്താണ്? ഇത് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, വെൻ ദ pH ഓഫ് ദ മൗത്ത് ഈസ് ഹയർ ദാൻ 5.5 ദെൻ ടൂത്ത് ഡീക്കേ സ്റ്റാർട്ട്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതായത് വായ്ക്കകത്ത്, പല്ല് കഴിക്കാതെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ വായ്ക്കകത്തുള്ള മിച്ചിരിക്കുന്ന ഫുഡിൽ ബാക്ടീരിയ പ്രവർത്തിക്കുകയും ഈ ബാക്ടീരിയ അവിടെ ആസിഡ് ഉണ്ടാക്കുകയും ഈ ആസിഡ് കാരണമാണ് ടൂത്ത് ഡീക്കേ ഉണ്ടാവുന്നത്, പല്ലി പുഴു വരുന്നത്. ഓക്കെ, ടൂത്ത് ഡീക്കേ ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ പറയുന്നൊരു തെറ്റുണ്ട്. 5.5 മുകളിലോട്ട് പോകുമ്പോൾ ടൂത്ത് ഡീക്കേ നടക്കുന്ന പറഞ്ഞ് ഞാൻ തൊട്ട് മുമ്പ് pH സ്കെയിൽ പറഞ്ഞു തന്നു. 7 താഴോട്ട് പോകുമ്പോഴാണ് അസിഡിക് ആവുന്നത്. ഓക്കെ, 5.5 എന്ന് പറയുന്നത് അസിഡിക്കാണ്. പക്ഷേ വായ്ക്കകത്തുള്ള pH 5.5 മുകളിൽ പോകുകയെന്ന് വെച്ചാൽ അത് ലെസ് അസിഡിക്കായിട്ട് മാറുന്നു എന്നാണ് അർത്ഥം. പക്ഷേ അതല്ല, നമുക്ക് പഠിക്കാനുണ്ട്. 5.5 താഴോട്ട് വായ്ക്കകത്തുള്ള അസിഡിക്ക് പോകുമ്പോഴാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, പല്ലിൽ പോടുണ്ടാവുന്നത്, ഇനാമലൊക്കെ എന്ത് ചെയ്യുന്നത്, ദ്രവിച്ച് പോകുന്നത്. അപ്പോൾ ടൂത്ത് ഡീക്കേ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് pH ഓഫ് ദ മൗത്ത് ലോവർ ദാൻ 5.5 പോകുമ്പോഴാണ്, ഹയർ ദാൻ അല്ല. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. 5.5 താഴെ pH ഡ്രോപ്പ് ആകുമ്പോൾ ഒരു അസിഡിക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അത് ബാക്ടീരിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പല്ല് കഴിക്കാതെ കിടന്നുറങ്ങരുത്, പല്ലിൽ പോട് വരും. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എൻ ഇക്വേഷൻ ഓഫ് മോഷൻ? ഇക്വേഷൻ ഓഫ് മോഷൻ 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണുള്ളത്? S = ut + ½ AT³ അല്ല, അത് തന്നെയാണ് അപ്പോൾ തെറ്റെന്ന് പറയുന്നത് അല്ലേ. ഏതാണ്? S = ut + ½ AT² ആണ്. V = u + AT ആണ്. V² = u² + 2as ആണ്. പക്ഷേ A³ അല്ല. സോ എ ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. ക്ലാസ്സിൽ നമ്മളത് പഠിക്കും. വിച്ച് ചിൽഡ്രൻസ് മൂവി ഫീച്ചേഴ്സ് ദ ഫേമസ് സോങ് ദ ബെയർ നെസസിറ്റീസ്? ഏതാണ്? ജംഗിൾ ബുക്കിലാണ്. ഓക്കെ, അപ്പോൾ ജംഗിൾ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? റുഡ്യാർഡ് കിപ്ലിംഗ് മാറിപ്പോയി. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഒരു ബുക്ക്, അതിൽ നിന്ന് വന്നൊരു കാർട്ടൂണാണ് ജംഗിൾ ബുക്ക്. അതിനകത്താണ് നമ്മളെ മൗഗ്ലിയൊക്കെ ഉള്ളത്. 1894 എഴുതുന്നത്. ഇനി ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. മധ്യപ്രദേശിലെ പെഞ്ച് നാഷണൽ പാർക്കിൻ്റെ ഭാഗങ്ങളാണ് ഈ പറയുന്ന കഥയ്ക്ക് പശ്ചാത്തലം എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചു. മധ്യപ്രദേശിലെ പെഞ്ച് നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട് എഴുതിയ ബുക്ക് ഏതെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ജംഗിൾ ബുക്ക് എഴുതിയത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. ഓക്കെ, 2 or more resistors are said to be connected in series if the same current flows through it. ഇത് നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി തുടങ്ങിയല്ലേ, ഇനി അടുത്ത ക്ലാസ്സിനകത്ത് നമ്മളത് പറയും. എന്താണെന്ന് വെച്ചാൽ 2 റെസിസ്റ്ററുകളെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സീരീസ് ആയിട്ട് നമ്മൾ റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുമ്പോൾ ഇതുവഴി ഒഴുകുന്ന കറണ്ട് ആദ്യം ഇതിൽ വന്ന് I1 ആയിട്ട് പോകും. അതേ കറണ്ട് തന്നെയാണ് ഇതിലും കൂടെ പോകുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെയിം കറണ്ടാണ് രണ്ടിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്ത് പറ്റും? കറണ്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും അല്ലേ. കറണ്ട് ഡിവൈഡ് ചെയ്യും, പക്ഷേ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പഠിക്കാം. അടുത്ത നല്ലൊരു ചോദ്യമാണ്. ദ അറ്റോമിക് നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് ബിക്കം സ്റ്റേബിൾ ബൈ ഗെയിനിങ് 3 ഇലക്ട്രോൺസ് ഇൻ ദ 5th ഷെൽ. അതായത് 5 ഷെല്ലുള്ള ഒരു ആറ്റത്തിൽ 3 ഇലക്ട്രോണെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താവും? അത് സ്റ്റേബിൾ ആവും. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ അതിനകത്ത് കാണും എന്ന് വെച്ചാൽ, ഒരു ആറ്റം ഉണ്ട്. ആ ആറ്റത്തിനകത്ത് 57, 51, 55, 59 ഇലക്ട്രോൺ ഉണ്ട്. ഈ ഉള്ളതിൻ്റെ കൂടെ ഞാൻ 3 എണ്ണം കൂടെ കൊടുത്താൽ അതെന്താകണം? സ്റ്റേബിൾ ആക്കണം. നമുക്കറിയാം, ഒരു ആറ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം വേണം? 8 ഇലക്ട്രോൺ ആകണം. ഈ 8 തികയ്ക്കാനുള്ള 3 എണ്ണമാണ് ദാ ഇവിടെ കൊടുക്കുക എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അവസാനം എത്രയേ കാണാവൂ? 5 എണ്ണമേ ഔട്ടർ മോസ്റ്റിൽ കാണാവൂ. സോ ഇതിലേത് ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റിലാണ് 5 ഇലക്ട്രോൺ ഉള്ളതെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എഴുതി നോക്കാം. 2, 8, 18, 18 ഇതാണ് നോർമൽ കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇപ്പോൾ എത്രയായി? 10, 10, 20, 8, 8, 16, അപ്പോൾ 36, 36, 8, 44, 44, 2, 44, 46, അപ്പോൾ 46 ആയി. 46. ഓക്കെ, 46 ഒരു 3 എണ്ണം കൂടി കൂട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, 46 ആയി. ഔട്ടർ മോസ്റ്റിൽ സ്റ്റേബിൾ ആകാൻ വേണ്ടത് 8. അതിന് 3 എണ്ണം നമ്മൾ കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ബാക്കി എത്രയാണ് വേണ്ടത്? 5. അപ്പോൾ ഈ 5 ഇല്ലാതെ ഇത്രയും കൂട്ടി നോക്കി എത്ര കിട്ടും?
46, 47, 48, 49, 50, 51. സോ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, 51 ഇലക്ട്രോണുകളുള്ള ഏതോ ഒരു ആറ്റത്തിനാണ്, അല്ലെങ്കിൽ ആ ആറ്റത്തിൻ്റെ കൂടെ നമ്മൾ 3 എണ്ണം കൂടെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ 1, 2, 3, 4, 5 അഞ്ചാമത്തെ ഷെല്ല് എന്താവുന്നത് 8 എണ്ണം കിട്ടി സ്റ്റേബിൾ ആവുന്നു. ഓക്കെ, ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതവിടെ വിശദമായിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, വായിച്ചു. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്പ് ഓർ ടൂർണമെൻറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ക്രിക്കറ്റ്? നമുക്കറിയാം ഇറാനി ട്രോഫി, രഞ്ജി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റാണ്. പക്ഷേ ബീഗം ഹസ്രത്ത് മഹൽ ട്രോഫി എന്ന് പറയുന്നത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫുട്ബോൾ ട്രോഫിയാണ്. അതുപോലെ കലിംഗ കപ്പും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതൊരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. കലിംഗ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അത് ഒഡീഷയിൽ ആണ്. ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്ന ഔദ് ഭാഗത്തെ ഒരു നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഔദ് മേഖല നയിച്ചത് ബീഗം ഹസ്രത്ത് മഹളാണ്. അവിടുത്തെ നവാബായിരുന്നത് വാജിദ് അലി ഷായുടെ ഭാര്യയായിരുന്നു, സെക്കൻഡ് വൈഫായിരുന്നു. ഇനി രാജാ രവിവർമ്മ ഏത് സ്ഥലത്തെ പെയിൻറ്ററാണ്? കേരളത്തിലെയാണ്. അത് അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ നമ്മൾ മലയാളികളല്ലല്ലോ. നമ്മുടെ ശകുന്തള, അതുപോലെ ബാക്കി പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് ആണ്, വായിച്ചു നോക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.